പത്തനംതിട്ടയിൽ ഹോം നഴ്സിന്റെ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞ 59-കാരൻ മരിച്ചു. പത്തനംതിട്ടയിലെ തട്ട സ്വദേശി ശശിധരൻ പിള്ളയാണ് മരിച്ചത്. അൽഷമേഴ്സ് രോഗിയായിരുന്ന ശശിധരൻ പിള്ളയെ ഒരു മാസം മുമ്പ് ആണ് ഈ ഹോം നഴ്സ് വിഷ്ണു അതിക്രൂരമായി മർദ്ദിച്ചത്. നഗ്നനാക്കി നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. കൊടുമൺ പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പത്തനംതിട്ടയിലാണ് വളരെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അൽഷമേഴ്സ് രോഗിയായ 59-കാരൻ തട്ട സ്വദേശി ശശിധരൻ പിള്ളയെ ഒരു ഹോം നേഴ്സ്, അതായത് ഒരു പുരുഷ ഹോം നേഴ്സ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. എന്തായാലും അദ്ദേഹം ചികിത്സയിലായിരുന്നു, ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. ഈ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വിഷ്ണു റിമാൻഡിലാണോ? എന്താണ് കേസിൻ്റെ നടപടികൾ? വിനോദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിഷ്ണുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ചികിത്സയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശശിധരൻ പിള്ള, 59 വയസ്സുള്ള വയോധികൻ, തലയ്ക്കും ഇടത് കൈമുട്ടിനും കണ്ണിനും മുറിവ് പറ്റി ചികിത്സയിലായിരുന്നു. നഗ്നനാക്കി ഈ ഹോം നേഴ്സ് ആയിട്ടുള്ള വിഷ്ണു നിലത്തൂടെ വലിച്ചിഴയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. മുതുകിന് ചതവ് സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിനും തലയ്ക്കും കൈമുട്ടിനും മാരകമായിട്ടുള്ള മുറിവുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആരോഗ്യ പരിശോധനകളും വിദഗ്ധമായ ചികിത്സയിലും ആയിരുന്നു ശശിധരൻ പിള്ള. CCTV ദൃശ്യങ്ങൾ കണക്കിലെടുത്താണ് വിഷ്ണുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ഈ സംഭവത്തിലാണ് ശശിധരൻ പിള്ള ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 59 വയസ്സുള്ള ശശിധരൻ പിള്ള നേരത്തെ സൈനികനായിരുന്നു, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. വിരമിച്ചതിന് ശേഷം അൽഷിമേഴ്സ് രോഗബാധിതനായി അടൂരിൽ നിന്നുള്ള ഒരു ഏജൻസി വഴിയാണ് വിഷ്ണു എന്ന ഹോം നേഴ്സ് ഈ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് ആ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, മറ്റു ബന്ധുക്കളൊക്കെ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യം നടത്തുകയും ചെയ്തത്. വിഷ്ണു അൽഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ നഗ്നനാക്കി മുറിയിൽ കൂടി വലിച്ചിഴയ്ക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ചികിത്സയിലായിരുന്നു, വിദഗ്ധമായിട്ടുള്ള ചികിത്സയിലായിരുന്ന ശശിധരൻ പിള്ളയ്ക്ക് ഇപ്പോൾ മരണവും സംഭവിക്കുന്നു. ഇനി വിഷ്ണുവിനെതിരെ കൂടുതൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കുടുംബം പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള പരാതികൾ നിലവിൽ പോലീസിലേക്ക് എത്തിയിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ നടപടികളിലേക്ക് കുടുംബം കടന്നാൽ മാത്രമായിരിക്കും ഈ വിഷ്ണുവിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്കപ്പുറമുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. വിനോദ്, അന്ന് ഈ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഹോം നേഴ്സ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ആ ഹോം നേഴ്സ് പിന്നീട് ജാമ്യത്തിൽ പോവുകയാണോ ചെയ്തത്? ഇയാളിപ്പോൾ എവിടെയാണ് ഉള്ളത്? അപ്പോൾ മരണം സംഭവിച്ചതോടുകൂടി നേരത്തെ മിഥുൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വകുപ്പുകളൊക്കെ മാറും, അതായത് കൊലപാതക കുറ്റം ഒക്കെ ചുമത്തുന്ന സാഹചര്യം വരും. അപ്പോൾ കൂടുതൽ നിയമ നടപടികൾ ആവശ്യമായി വരും. അപ്പോൾ പ്രതി വിഷ്ണു ഇപ്പോൾ ജാമ്യത്തിലാണോ? അറസ്റ്റ് ചെയ്ത് ഏത് ഘട്ടത്തിലാണ് കേസിന്റെ നടപടികൾ? അത് വിശദീകരിക്കാൻ കഴിയുമോ മിഥുൻ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡും ചെയ്തിരുന്നു. ഇനിയുള്ള നടപടികൾ ഇനിയിപ്പോൾ പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഈ കുടുംബത്തിന്റെ കൂടുതൽ പരാതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ നേരത്തെ ക്രൂരമായിട്ടുള്ള പീഡനം നടന്നതിനുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വ്യക്തമാണ് മിഥുൻ.